ജമൈക്ക GDP $15.45 billion. Zimbabwe GDP $20.5 billion. Albania GDP $17.74 billion. Afghanistan GDP $19.81 billion. നേപ്പാൾ, ഐസ്ലൻഡ്, ജോർജിയ, സിപ്രസ്, സാംബിയ തുടങ്ങി 20ഓളം രാജ്യങ്ങൾ. ഗൗതം അദാനി, ചെയർമാൻ ഓഫ് അദാനി ഗ്രൂപ്പ്, ആസ്തി $155.7 billion. പറയപ്പെട്ട 20 രാജ്യങ്ങളെക്കാൾ കൂടുതൽ. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ലോകത്ത് തന്നെയാണ്. കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളല്ല, മറിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെയാണ് നിങ്ങൾ വരുന്നത്. വളരെ നല്ല കോളേജിൽ പഠിച്ച ശേഷം ലഭിച്ച ജോലി, എല്ലാ മാസവും കുറച്ച് പണം ലാഭിക്കാൻ പാടുപെടുന്നു. അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. എൻ്റെ ജോലി മാറണം എന്ന തോന്നൽ. ഈ കമ്പനി വളരെ തുച്ഛമായ ശമ്പളമാണ് നൽകുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ എല്ലാ മാസവും അടയ്ക്കണം, വാടക നൽകണം. ഇതൊന്നുമല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ കോഴ്സ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി. പഠനത്തിന് ശേഷം നല്ല ജോലി വാങ്ങണം, കുറേ പണം സമ്പാദിക്കണം. സേവിങ്സ് ഒന്നും തന്നെയില്ല. എല്ലാ ദിവസവും കഷ്ടപ്പാട്. ഇഷ്ടപ്പെട്ട വസ്ത്രമോ ഭക്ഷണമോ പുതിയ ഷൂസോ എന്തു വാങ്ങണമെങ്കിലും 10 തവണ ആലോചിക്കണം. സമ്പന്നനാവുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നമാണ്. അത് സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു. ഈ സമ്പന്നരായ ആളുകൾ ഇതെല്ലാം എങ്ങനെ ചെയ്തു? സമ്പന്നരായവരെ കാണുമ്പോൾ നിങ്ങൾ സ്വയം ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരെ കാണുമ്പോൾ. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യം വരുന്നു. അവർ എത്ര ഭാഗ്യവാന്മാർ. അവർ ജനിച്ചത് സമ്പന്ന കുടുംബത്തിലാണ്, പാരമ്പര്യമായി അവർക്ക് ലഭിച്ച സമ്പത്താണ്, അങ്ങനെ പലതും. അവസാനം പണമാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം. അത് ഉപേക്ഷിക്കുക. അത് മോശമാണ്. അത് മുഖേന നല്ല ഒന്നും സംഭവിക്കില്ല. ഞാൻ അവരുടെ അത്ര മിടുക്കനല്ല, എനിക്ക് അവരുടെ അത്ര കഴിവുകളില്ല. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ. നിങ്ങൾ ഇഷ്ടപ്പെട്ട വീട് നിർമ്മിക്കുക, ഇഷ്ടപ്പെട്ട സ്പോർട്സ് കാർ ഓടിക്കുക, ലോകം മുഴുവൻ സഞ്ചരിക്കുക. ഈ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാലോ? സമ്പന്നനാവുന്നതിന് പിന്നിൽ ആഴത്തിലുള്ള ഒരു ശാസ്ത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ? ആ ശാസ്ത്രം എന്തെന്ന് മനസ്സിലാക്കിയ ശേഷം അത് പ്രയോഗിച്ചാൽ ആർക്കും സമ്പന്നനാകാമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിച്ച വീട്, ആഗ്രഹിച്ച സ്പോർട്സ് കാർ, ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ആ സ്വപ്നം, നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് വെറും വാക്കുകളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, ഇതെല്ലാം സത്യമാണ്. ഈ വീഡിയോയുടെ അവസാനം അതിനൊരു വഴിയുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. പക്ഷെ ഉറപ്പായിട്ടും അതിലേക്കുള്ള പാത വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരുപാട് സമയമെടുക്കും. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങളെല്ലാം തകരും. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളിൽ പലരും ഈ പാതയുടെ അവസാനത്തിൽ എത്തുകയില്ല. എന്നാൽ നിങ്ങൾ ഈ പാതയുടെ അവസാനത്തിൽ എത്തിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്രയും സമ്പത്ത് ലഭിക്കും. അത്രത്തോളം സമ്പന്നനാകാം. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും ഈ പാതയുടെ അവസാനത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഒരിക്കലും പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലാത്ത ജീവിതം, ഓരോ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചുകൊണ്ടുള്ള ജീവിതം. സോ നിങ്ങൾ തയ്യാറല്ലേ? സമയം കളയാതെ തുടങ്ങാം. ആദ്യം തന്നെ പണത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന ജോലിയാണോ പണം? കഠിനാധ്വാനം കൊണ്ട് മാത്രം സമ്പാദിക്കുന്നതാണോ പണം? പണം ഒരു വ്യക്തിക്ക് പാരമ്പര്യമായി മാത്രം ലഭിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ പണമാണോ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം? അതോ ഈ പറയുന്നതെല്ലാം ഒരു മിത്താണ്? ഒരാൾ തന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറം പണത്തിന് വേണ്ടി പോകേണ്ടതുണ്ടോ? പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പണത്തെ പിന്തുടരേണ്ടതുണ്ടോ? പണം ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സത്യം എന്തെന്നാൽ പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നമ്മൾ വളർന്ന രീതി, കുടുംബം, ചുറ്റുപാട് എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ അത്തരം ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ, തുടക്കം മുതലേ പണത്തിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കുടുംബം, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതെല്ലാം അംഗീകരിക്കും. പണം മരത്തിൽ വരില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. ഒരാൾ അവൻ്റെ കഴിവനുസരിച്ച് മാത്രം ചെലവഴിക്കണം. ഒരു മാസം 1 ലക്ഷം സമ്പാദിക്കുക എന്നത് അസാധ്യമാണെന്ന് നിങ്ങൾ എളുപ്പത്തിൽ വിശ്വസിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. കാരണം ഇവിടെ മുതൽ നിങ്ങൾ പണത്തെ കണ്ടുകൊണ്ടിരുന്ന രീതി പൂർണ്ണമായും മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ പണത്തെക്കുറിച്ച് ഓർത്തു വച്ചിരുന്ന സകലമാന വിശ്വാസങ്ങളും മാറാൻ പോകുന്നു. മാധ്യമങ്ങൾ എപ്പോഴും കാണിക്കുന്നത് സമ്പന്നരായ ആളുകൾ വളരെ മോശക്കാരും അത്യാഗ്രഹികളും വിശ്വാസയോഗ്യമല്ലാത്തവരും അഴിമതിക്കാരുമായ ആളുകളായിട്ടാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിലും ഈ കാര്യം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഫോബ്സിൻ്റെ റിപ്പോർട്ട് കാണിക്കുന്നത് ഏകദേശം 84% സെൽഫ് മെയ്ഡ് ബില്യണിയേഴ്സ് ഉണ്ടായിരിക്കുന്നത് കോവിഡ് കാലത്താണ്. കൂടാതെ ഈ കണക്ക് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാരൻ ബഫറ്റ്, മാർക്ക് സുക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, എലോൺ മസ്ക്, ജെഫ് ബെസോസ്. ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ സച്ചിൻ ബെൻസൽ സെൽഫ് മെയ്ഡ് ബില്യണിയർ, ബൈജു രവീന്ദ്രൻ സെൽഫ് മെയ്ഡ് ബില്യണിയർ, വിജയ് ശേഖർ ശർമ്മ സെൽഫ് മെയ്ഡ് ബില്യണിയർ, നിഖിൽ കമ്മത്ത് സെൽഫ് മെയ്ഡ് ബില്യണിയർ. എന്താണ് ഈ ആളുകൾക്ക് മാത്രം അറിയുന്നത്, എന്നാൽ നമുക്കറിയാത്തത്?
സത്യം എന്തെന്നാൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ വിശ്വാസങ്ങളും തെറ്റാണ്. ചെറുപ്പം മുതലേ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയ മുഴുവൻ വിശ്വാസങ്ങളും മണി ഈസ് ഈക്വൽ ടു സാലറി, റോങ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഒരു ജോലി മാത്രമായി ഒതുങ്ങിപ്പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അതിലെന്താണ് കുഴപ്പം? ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ട്, അതും കഴിയുന്നത്ര വേഗത്തിൽ സമ്പാദിക്കണം. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾക്കൊരിക്കലും വർക്കാവുകയില്ല. നമുക്കെല്ലാവർക്കും ഉള്ളത് ഒരു ഈക്വൽ റിസോഴ്സാണ്. നമുക്ക് ഏറ്റവും വേണ്ടതും അമൂല്യമായൊരു റിസോഴ്സ്. ഒരു പ്രാവശ്യം നമ്മുടെ കൈവിട്ട് പോയാൽ പിന്നെ അത് ലഭിക്കാൻ അസാധ്യമായൊരു റിസോഴ്സ്. ആ റിസോഴ്സ് മറ്റൊന്നുമല്ല, സമയമാണ്. ഒരു സാധാരണ ജോലിക്കായി നിങ്ങൾ നീട്ടിവെക്കുന്ന സമയം നിങ്ങൾക്ക് അതിന് സാലറി ലഭിക്കും. നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം സാലറി ലഭിക്കും. ഫുൾ ടൈം ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം സാലറി ലഭിക്കും. ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ ഓവർ ടൈം സാലറി ലഭിക്കും. നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ അളവ് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ദ എമൗണ്ട് ഓഫ് മണി യു ഏൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ടൈം യു പുട്ട് ഇൻ ടു ജോബ്. ഈ ഇക്വേഷൻ പ്രകാരം നിങ്ങൾ ഒരു മാസം 30,000 സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 28 വർഷമെടുക്കും 1 കോടി സമ്പാദിക്കാൻ. എന്നാൽ ഈ 1 കോടിയിൽ ടാക്സോ മറ്റ് ചെലവുകളോ ഉൾപ്പെടുത്തിയിട്ടില്ല. അതോടൊപ്പം മനസ്സിലാക്കി വെക്കുക, വർദ്ധിച്ചു വരുന്ന ചെലവുകളും ഇൻഫ്ലേഷനും മുഖേന 1 കോടിയുടെ മൂല്യം 28 വർഷങ്ങൾക്ക് ശേഷം ഇന്നുള്ളതിലും എത്രയോ താഴെയായിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു മാസം 30,000 അല്ലെങ്കിൽ 50,000 വരുമാനം കണക്കാക്കിയാൽ നിങ്ങളൊരു സമ്പന്നനാകുമ്പോൾ നിങ്ങൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും അമൂല്യമായ റിസോഴ്സ് സമയം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. കാരണം നിങ്ങൾ ആ സമയം അത്രയും പണം സമ്പാദിക്കാൻ ചെലവഴിച്ചു. അതിനാൽ ഒരിക്കൽ കൂടി നിങ്ങൾ സ്വയം ചോദിക്കുക, എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയും അധികം ആളുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സമ്പന്നരാകുന്നത്? നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും എന്താണ് വ്യത്യസ്തമായി അവർ മനസ്സിലാക്കിയിരിക്കുന്നത്? സത്യം എന്തെന്നാൽ അവരുടെ ഇക്വേഷൻ നിങ്ങളുടെ ഇക്വേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവർ പണത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കും, നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒന്ന്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. സ്റ്റോപ്പ് റണ്ണിങ് ആഫ്റ്റർ മണി. പണത്തിന് പിന്നാലെയുള്ള ഓട്ടം നിർത്തുക. ഇന്നത്തെ സമൂഹത്തിൽ പണത്തിൻ്റെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരാണ് മൂല്യം നിശ്ചയിക്കുന്നത്? മൂല്യം നിശ്ചയിക്കുന്നത് വിപണി അല്ലെങ്കിൽ മാർക്കറ്റാണ്. ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്, നിങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അയൽക്കാർ, നിങ്ങളുടെ രാജ്യം, ഇതിലെ പൗരന്മാർ, ഇവയെല്ലാം മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ക്രിക്കറ്റ് എന്ന ഗെയിം ധാരാളം പണം സമ്പാദിക്കുന്ന ഒരു ഗെയിമാണ്. ഓരോ പ്ലെയേഴ്സും ധാരാളം പണം സമ്പാദിക്കുന്നു. എന്നാൽ ഈ പ്ലെയേഴ്സിനെല്ലാം പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിന് ഒരു മാർക്കറ്റ് വേണം. മാർക്കറ്റ് ഉള്ളപ്പോൾ മാത്രമേ, അഥവാ കാണാൻ ആളുള്ളപ്പോൾ മാത്രമേ അവർക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ആളുകൾ ധാരാളം പണം സമ്പാദിക്കുന്ന എല്ലാ മേഖലകളിലും ഈ മുഴുവൻ കാര്യങ്ങളും ബാധകമാണ്. അത് ക്രിക്കറ്റ് ആകട്ടെ, ഫുട്ബോൾ ആകട്ടെ, ബോളിവുഡ് ആകട്ടെ, ഏത് ഫീൽഡുമാകട്ടെ, ഈ മേഖലകളിലെല്ലാം മുന്നിൽ നിൽക്കുന്ന ആളുകളെ സങ്കല്പിക്കുക. അവർ എത്ര പണം സമ്പാദിക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്ര സമയം അല്ലെങ്കിൽ എത്ര നാൾ ഒരു ജോലി ചെയ്യുന്നു എന്നതിൽ യാതൊരു കാര്യവുമില്ല. ഒരു തൂപ്പുകാരൻ വളരെയധികം കഠിനാധ്വാനത്തോടുകൂടി ഒരു കെട്ടിടം മുഴുവൻ വൃത്തിയാക്കുന്നു. അല്ലെങ്കിൽ ഒരു തൊഴിലാളി തന്നെക്കൊണ്ട് സാധിക്കുന്നതിനും അപ്പുറം അധികം ഭാരം ചുമന്ന് കഷ്ടപ്പെടുന്നു. എന്നിട്ടും ക്യാബിനിൽ മണിക്കൂറുകൾ മാത്രം ഇരിക്കുന്ന ഒരു സർജനേക്കാളും അക്കൗണ്ടന്റിനേക്കാളോ കുറച്ച് പണം മാത്രമാണ് അവർ സമ്പാദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം മറ്റൊന്നുമല്ല, മാർക്കറ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു സർജനും ഒരു അക്കൗണ്ടന്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു തൂപ്പുകാരൻ്റെയോ അല്ലെങ്കിൽ തൊഴിലാളിയുടെയോ മൂല്യം വളരെ കുറവാണ്. ഇത് വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു തൂപ്പുകാരൻ്റെ അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ്റെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ എളുപ്പത്തിൽ മാറ്റി സ്ഥാപിക്കാം. അവരുടെ ജോലി പഠിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും അവരെ മാറ്റി സ്ഥാപിക്കാം. അവർക്ക് പ്രത്യേക കഴിവുകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സർജനേക്കാൾ കൂടുതൽ പണം മാർക്കറ്റ് ഒരിക്കലും നൽകില്ല. ഒരു ജോലി ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് സമ്പന്നനാകുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ ചർച്ച ചെയ്തു. അതൊരു തെറ്റായ ഇക്വേഷനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? അംബാനി, അദാനി, വിജയ് ശർമ്മ, ബൈജു രവീന്ദ്രൻ, എലോൺ മസ്ക്, ജെഫ് ബസോസ്, ഇവരെല്ലാവരും എങ്ങനെയാണ് അവരുടെ മൂല്യം ഉയർത്തിക്കൊണ്ടുവന്നത്? നിങ്ങൾ ഇതേ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യഘട്ടം വളരെ സിമ്പിളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇഫ് യു വാണ്ട് ടു മേക്ക് മണി, സോൾവ് എനി പ്രോബ്ലം. ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലോകത്തിലെ എല്ലാ കമ്പനികളും പണം സമ്പാദിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ്. ഒരു പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്കും പണം സമ്പാദിക്കാം. പ്രശ്നം എത്രത്തോളം വലുതാവുന്നോ അത്രയും പണം സമ്പാദിക്കാം. ചെറിയ പ്രശ്നമെങ്കിൽ കുറച്ച് സമ്പാദിക്കാം, വലിയ പ്രശ്നമെങ്കിൽ കൂടുതൽ പണം. ലക്ഷങ്ങളുടെ പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം. കോടികളുടെ പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം. ചിന്തിച്ചു നോക്കൂ, ഒലയും ഊബറും എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ചോ? ആമസോൺ എന്തെങ്കിലും പ്രശ്നം പരിഹരിച്ചോ? യെസ്. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ആൾക്കൂട്ടത്തിൽ ഷോപ്പിങ്ങിനുള്ള ബുദ്ധിമുട്ട്, കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നു, ഡെലിവറിക്കായി ആഴ്ചകളോളം കാത്തിരിക്കുന്ന പ്രശ്നം, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ.
ഇനി ഈ പറയുന്ന ഓരോ കമ്പനികളെക്കുറിച്ചും ചിന്തിക്കൂ. ഇവയെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കൂ. ടെസ്ല, സ്പേസ് എക്സ്, ഗൂഗിൾ, യൂട്യൂബ്, സൂം, സ്വിഗ്ഗി, സൊമാറ്റോ, ദി ഓൾ ആർ സോൾവിങ് ബിഗ് പ്രോബ്ലംസ്. ഇവരെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. സോ ഇതുവരെ നിങ്ങൾ പണത്തിന് പിന്നാലെയാണ് ഓടിയിരുന്നതെങ്കിൽ ഇത്രയും നാളത്തെ നിങ്ങളുടെ ഇക്വേഷൻ പൂർണ്ണമായും തെറ്റാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് പാരഡോക്സിക്കൽ. ഇഫ് യു റിയലി വാണ്ട് ടു മേക്ക് മണി, ദെൻ യു ഹാവ് ടു സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് മണി. നിങ്ങൾക്ക് ശരിക്കും പണം വേണമെങ്കിൽ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തണം. നിങ്ങൾ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടണം. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. അതിലുപരിയായി ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരങ്ങൾ കണ്ടെത്തണം. ഒരു മികച്ച പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ ചുറ്റും വളരെ ലാഭകരമായ ഒരു ബിസിനസ് സൃഷ്ടിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണോ? പ്രശ്നം പരിഹരിച്ചു, ഇനി പണം വന്നോളൂ. ഇതിനർത്ഥം ഞാൻ അടുത്ത ഗൂഗിളോ ഫേസ്ബുക്കോ ടെസ്ലയോ സ്പേസ് എക്സോ ഉണ്ടാക്കണമെന്നാണോ? എനിക്കൊരു കോഡിങ്ങും അറിയില്ല, എൻ്റെ കയ്യിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് സ്റ്റോപ്പ്. നിങ്ങൾ വീണ്ടും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പഴയ പാറ്റേണിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള മാർക്കറ്റ് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഇൻഡസ്ട്രിയെ വ്യക്തമായി ശ്രദ്ധിക്കൂ. തീർച്ചയായും നിങ്ങൾക്കൊരു ഗ്യാപ്പ് കണ്ടെത്താം. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തിനെക്കുറിച്ചാണ് ആളുകൾ നിരന്തരം പരാതിപ്പെടുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? അവർ എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ എന്തിനെ ഓർത്തിട്ടാണ് നിരാശപ്പെടുന്നത്? ഈ ഒരു കാര്യം ചെയ്താൽ അവർക്ക് കൂടുതൽ സൗകര്യമാകുന്നത് എങ്ങനെയാണ്? ഇത് നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ? അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു പ്രശ്നമാണോ? ഈ ഗെയിമിൻ്റെ അവസാന ഘട്ടം എന്നത് ഒരു പ്രശ്നത്തിനുള്ള വലിയൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ പ്രശ്നം കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം. അതോടൊപ്പം ആ പരിഹാരം കുറേയധികം ആളുകളുടെ ജീവിതത്തെ ഇമ്പാക്റ്റ് ചെയ്യുകയും വേണം. എക്സാമ്പിളായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ ആശയം നോ. റെസ്റ്റോറൻറ്റ് എന്നത് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയമല്ല. കാരണം ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സേവനം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. പക്ഷേ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിൻ്റെ ആശയമാണെങ്കിലോ, യെസ്, അത് ഉറപ്പായിട്ടും ഒരു സ്കെയിലബിൾ ബിസിനസ് മോഡലാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്ത ശേഷം അതിന് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ ഷിപ്പിങ്ങിനെ പറ്റിയോ പ്രൊഡക്ഷനെ പറ്റിയോ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇത് വളരെയധികം സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണ്. ഇതുപോലുള്ള സ്കെയിലബിലിറ്റി ഒരിക്കലും ഒരു ജോലിക്ക് ലഭിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം കൂടി എപ്പോഴും മനസ്സിലുണ്ടാകണം. നിങ്ങൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ നിങ്ങളുടെ സമയത്തെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണോ? ഉദാഹരണമായിട്ട് നിങ്ങളൊരു യോഗ ട്യൂട്ടറാണ്. 1 മണിക്കൂർ യോഗ ട്യൂഷന് നിങ്ങളുടെ ഫീസ് 2000 രൂപയാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങളൊരു ജോലിയാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊരു ബിസിനസ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ദ എമൗണ്ട് ഓഫ് മണി യു ഏൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടൈം യു പുട്ട് ഇൻ. നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ ആ ജോലിയിൽ ചെലവഴിക്കുന്ന സമയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. നിങ്ങളുടെ വരുമാനം വീണ്ടും സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായി ചുരുങ്ങുന്നു. പക്ഷേ ഇതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ യോഗ ക്ലാസ് ഒരു തവണ റെക്കോർഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ആർക്കും 24/7 അത് കാണാൻ സാധിക്കുന്നു. നൗ ജസ്റ്റ് ഇമാജിൻ ദ സ്കെയിലബിലിറ്റി ഓഫ് ദാറ്റ് ബിസിനസ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എംപ്ലോയി കൂടി വെക്കാം. സോ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ നിങ്ങളുടെ ടീമിനെ നിങ്ങൾ കണ്ടെത്തുക, പരിപാടി തുടങ്ങുക. ഒരിക്കൽ നിങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ആവാൻ തുടങ്ങുമ്പോൾ വിത്ത് റൈറ്റ് സിസ്റ്റം ആൻഡ് റൈറ്റ് പ്രോസസ്, കൺഗ്രാജുലേഷൻസ്. ഇറ്റ്സ് ടൈം ടു എൻജോയ് യുവർ ഹാർഡ് വർക്ക്. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ 2 ചോയ്സുകളുണ്ട്. 1, ബിസിനസ്സിലെ റൺ ചെയ്യുക, അതിനെ ഗ്രോ ചെയ്യുക, അതിനെ ലാഭമെടുക്കുക. 2, നല്ലൊരു വിലയ്ക്ക് നിങ്ങളുടെ കമ്പനിയെ വിൽക്കുക. ദിസ് ഈസ് ഹൗ അക്വിസിഷൻ അല്ലെങ്കിൽ ഏറ്റെടുക്കൽ നടക്കുന്നത്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ $1 ബില്യൺ വാട്സപ്പിനെ $19 ബില്യൺ സ്വന്തമാക്കി. $1.5 ബില്യൺ പേപ്പാലിനെ eBay ഏറ്റെടുത്തു. അതിൽ $165 മില്യൺ എലോൺ മസ്കിൻ്റെ ഓഹരിയിലേക്കാണ് പോയത്. ഇതാണ് നിങ്ങൾ സൃഷ്ടിക്കുന്ന യഥാർത്ഥ സമ്പത്ത്. വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് ഫലം ലഭിച്ചു. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ സ്വന്തമായി റൺ ചെയ്യാൻ ചൂസ് ചെയ്യാം. ഇതിൽ കുറേ കാരണങ്ങളുണ്ട്. മേ ബി യു ലവ് യുവർ കമ്പനി, മേ ബി യു വാണ്ട് ടു മേക്ക് ഇറ്റ് മോർ വാല്യുബിൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂവിനെ ഇനിയും കൂട്ടണം, അല്ലെങ്കിൽ ഇതിലും കൂടിയ വിലയ്ക്ക് നിങ്ങളുടെ കമ്പനിയെ നിങ്ങൾക്ക് വിൽക്കണമായിരിക്കും. ഇങ്ങനെ പല കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ വിൽക്കാതെ ഇനിയും റൺ ചെയ്യാൻ സാധിക്കും. ഈ ലെവലിൽ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ഒരു ഓട്ടോ പൈലറ്റ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ബിക്കംസ് എ പവർഫുൾ സോഴ്സ് ഓഫ് പാസീവ് ഇൻകം ഫോർ യു. അല്ലെങ്കിൽ ശക്തമായ ഒരു വരുമാനത്തിൻ്റെ ഉറവിടമായി മാറുന്നു നിങ്ങളുടെ ഈ ബിസിനസ്. ഇതിൻ്റെ എല്ലാം കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ്. എത്രയോ പേരുടെ ഒരു വലിയ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ്. അതായത് മാർക്കറ്റിൽ എന്താണോ വേണ്ടത് അത് നിങ്ങൾ കണ്ടെത്തി. അതിന് പകരമായിട്ട് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു, പണത്തിൻ്റെ രൂപത്തിൽ. ഇനി എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ഈ കഠിനാധ്വാനമെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? പണത്തിന് വേണ്ടി മാത്രമായിരുന്നോ?
You have heard this before, that money is just a piece of paper and it's true. It's nothing more than a number on a screen. പണമെന്ന് പറയുന്നത് ഒരു പേപ്പർ കഷ്ണം മാത്രമാണ്. സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതാണ് പണം. എന്നാൽ അത് സത്യമാണോ? നിങ്ങൾ അതിൻ്റെ മൂല്യത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു അതാണ് അതിൻ്റെ മൂല്യം. ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്ങനെ പണം സമ്പാദിക്കാമെന്നല്ല, മറിച്ച് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ നിധിയെക്കുറിച്ചാണ്. ഒന്ന് കൈവിട്ടു പോയാൽ പിന്നെ നമുക്ക് തിരികെ ലഭിക്കാത്ത നിധി, നമ്മുടെ സമയം. നമ്മുടെ ഒരു മിനിറ്റ് നമ്മുടെ കയ്യിൽ നിന്നും പോയാൽ എത്ര കോടികൾ കൊടുത്താലും നമുക്ക് തിരികെ കിട്ടാൻ സാധ്യമല്ല. സമയം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമൂല്യമായ നിധി. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റ് ഫോർ എവ്രി വൺ. ഇതാണ് ചോദ്യം. നിങ്ങളുടെ കയ്യിലുള്ള ഈ ലിമിറ്റഡ് സോഴ്സിനെ ഒരു ജോലിക്കായി മാത്രം സാക്രിഫൈസ് ചെയ്യുന്നത് ശരിയായ തീരുമാനമാണോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ജോലി, നിങ്ങളുടെ ജീവിതത്തെ ഒരു റിപ്പീറ്റ് മോഡാക്കുന്ന ജോലി. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരികെ വരുന്നു, ടി വി കാണുന്നു, ഉറങ്ങുന്നു, പിന്നെയും ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ്. ഒരുപക്ഷെ നിങ്ങൾക്കും ഈ ലൈഫൊക്കെ ആയിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ മുമ്പിൽ ഇത് ഫോളോ ചെയ്യുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. അങ്ങനെയെങ്കിൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. ഐ ബിലീവ് ദിസ് വീഡിയോ ഹാഡ് മെയ്ഡ് യു എ സ്ലൈറ്റ് ഷിഫ്റ്റ് ഇൻ യുവർ പെർസ്പെക്റ്റീവ്. പക്ഷേ ചില ആളുകൾക്ക് ഈ വീഡിയോയിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. ദ പീപ്പിൾ ഹു റിയലി നീഡ് ടു ചേഞ്ച് എവറിത്തിങ് ഇൻ ദെയർ ലൈഫ്. അവർക്ക് പിന്നീട് ഒരിക്കലും പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ ആഗ്രഹമുള്ളവർ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു, സ്റ്റോപ്പ് റണ്ണിങ് ആഫ്റ്റർ മണി. പണത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടം നിർത്തുക. പ്രോബ്ലംസിൻ്റെ പുറകെ ഓടുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതിലാണ് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളുടെയും താക്കോലുള്ളത്. നിങ്ങൾക്ക് ശരിക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പണത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരാതിരിക്കണമെങ്കിൽ മേക്ക് ഫൈൻഡിങ് സൊല്യൂഷൻസ് ദ ബിഗ്ഗസ്റ്റ് എയിം ഓഫ് യുവർ ലൈഫ്. ഈ മാർഗത്തിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും നിങ്ങൾ ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അതിനെ ഈ ലോകത്തിന് ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഐഡിയയെ പൂർണ്ണമായും വിശ്വസിക്കുക. അതിനെ പിന്നാലെ തന്നെ പോവുക. എനിക്കറിയാം, ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ്, എൻ്റർപ്രണർഷിപ്പ്, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കുക ഇമ്പോസിബിളാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ മുൻപോട്ട് പോകണമെങ്കിൽ I would strongly recommend you to read some M.J. DeMarco books. M.J. DeMarcoയുടെ കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുക. ഇനി അവസാനമായിട്ട്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ബിസിനസ്സുമായി യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പണം സമ്പാദിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്ത് പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്? ഏത് പ്രോബ്ലമാണ് എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നത്? ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒന്നോ അതിൽ കൂടുതലോ വഴികൾ തുറന്നു വരും. അതിനെ നിങ്ങൾ സോൾവ് ചെയ്യുക. അതിനുശേഷം അടുത്ത പ്രോബ്ലം കണ്ടെത്തുക. അതിന് ഏറ്റവും ഉചിതമായ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആവുകയാണെങ്കിൽ വാവ്, യു വിൽ ബി ഈസിലി പ്രൊമോട്ടഡ് ഇൻ ലൈഫ്. ഈ വീഡിയോയിലൂടെ കുറേ അധികം തവണ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. ഡോണ്ട് റൺ ആഫ്റ്റർ മണി, റൺ ആഫ്റ്റർ പ്രോബ്ലംസ്. ഫൈൻഡ് സൊല്യൂഷൻ ടു ദാറ്റ് പ്രോബ്ലംസ്, ഫോക്കസ് ഓൺ ദാറ്റ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോ പ്രശ്നത്തിനും പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് ചേസ് ദ സൊല്യൂഷൻസ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ജെനുവിനായിട്ടുള്ള വാല്യൂകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതെല്ലാം മറിച്ചാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ.